വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ പ്രീസെയിലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് WLFI ടോക്കൺ ബൈ ചെയ്യുന്നതിൻ്റെ പ്രീസെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്കണിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോഴാണ് ട്രേഡബിൾ ആക്കുള്ളൂ, 1 ഇയർ കഴിഞ്ഞാണ് എന്തായാലും ട്രേഡബിൾ ആക്കുള്ളൂ എന്നൊക്കെ അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഇയർ കഴിഞ്ഞായിരിക്കും അൺലോക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രേഡബിൾ ആക്കുന്നില്ല, അൺലോക്ക് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതൊരു റിസ്കിലെടുത്തിട്ട് മേടിക്കേണ്ട ഒരു സംഭവമായിരുന്നു. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ക്രിപ്റ്റോയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ടോക്കണാണ് WLFI. അപ്പോൾ അത് പ്രീസെയിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് USD1 എന്ന് പറഞ്ഞ് അവരുടെ തന്നെ സ്റ്റേബിൾ കോയിനായിട്ടുള്ള USDT പോലത്തെ, USDC ഒക്കെ പോലത്തെ അവരുടെ തന്നെ സ്റ്റേബിൾ കോയിനായിട്ടുള്ള USD1 എന്ന് പറഞ്ഞ ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എയർ ഡ്രോപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ USD1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ കോയിനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേജറായിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഡ്രോപ്പ് WLFI ടോക്കൺ പ്രീസെയിലിൽ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട് അതിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഇത്രയും USD1 എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. Every eligible WLFI holder received 47 USD1. No claims, no links, no drama, just send. ഡയറക്റ്റ് കിട്ടുകയാണ് ചെയ്തത്. ഡയറക്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നേക്കാണ്, നമുക്ക് ക്ലെയിം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാറ്റ് വെൻ സ്മൂത്ത് ഷുഡ് ബി ലിസൺ ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് മേക്ക് WLFI ട്രേഡബിൾ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് WLFI എന്ന് പറഞ്ഞ ടോക്കൺ ഉടനെ തന്നെ ട്രേഡബിൾ ആവുമായിരിക്കും. 1 ഇയർ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഇവിടെ താഴെ USD1ൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എതീറിയത്തിൻ്റെ. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ടോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാലറ്റിൽ വന്നാണ് USD1 കാണാൻ പറ്റും. ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വന്നേണ്ടോ നോക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇത് എൻ്റെ മെറ്റാമാസ്ക് ഞാൻ ഓപ്പൺ ചെയ്തു. മെറ്റാമാസ്കിൽ ഇപ്പം ഞാൻ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ മേടിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ടോക്കണൊന്നും കാണാനില്ല, എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് എൻ്റെ ഒന്നും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം അത് ഇമ്പോർട്ട് ചെയ്താലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് ടോക്കൺസിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യണം. ഇമ്പോർട്ട് ടോക്കൺസിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെർച്ച് ടോക്കൺസിൻ്റെ ഇവിടെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ USD1 എന്നടിച്ചാൽ മതി. USD1 എന്നടിക്കുക, USD1 എന്നടിച്ചാൽ മതി. USD1 എന്നടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു USD1 വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ USD1. ഇങ്ങനെ നിങ്ങൾക്ക് അടിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആഡ് ആവും. ഇനി അങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കസ്റ്റം ടോക്കണിൽ പോവുക. കസ്റ്റം ടോക്കണിൽ പോയിട്ട് എതീറിയം നെറ്റ്വർക്ക് എടുക്കുക. നെറ്റ്വർക്കിൻ്റെ ഇവിടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുക്കുക. കോൺട്രാക്റ്റ് അഡ്രസ്സിൻ്റെ ഇവിടെ ഇവർ കൊടുത്താണ് കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇവർ കൊടുത്താണ് കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇതാണ്. ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് ഇമ്പോർട്ട് അടിക്കുക. ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 47 USD1 എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിലായിട്ട് സെൻഡ് ചെയ്തിട്ട് അതിൽ സെല്ല് ചെയ്ത് USDT ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസ്, അതിന് ഇത്തിരി എതീറിയം നിങ്ങൾക്ക് ഫീസായിട്ട് വേണ്ടി വരും. ഇവിടെ ഇപ്പോൾ $1 എതീറിയാണ് എൻ്റെ ഉള്ളത്. അതൊക്കെ മതിയായിരിക്കും, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 47 USD1 ആണ് എനിക്കുള്ളത്. അപ്പോൾ ഇനി ഞാൻ ബൈനാൻസ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ബൈനാൻസ് ഓപ്പൺ ചെയ്യണം. ബൈനാൻസിൽ അസറ്റ്സിൽ പോവുക. അസറ്റ്സിൽ പോയിട്ട് ഡെപ്പോസിറ്റ് അടിക്കുക. ഡെപ്പോസിറ്റിൽ USD1 എന്ന് സെർച്ച് ചെയ്യുക. USD1 വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ USD എന്നുള്ള സാധനം കാണാൻ പറ്റും. അതിൽ ചൂസ് നെറ്റ്വർക്കിൽ എതീറിയം കൊടുക്കുക. എതീറിയം കൊടുത്തിട്ട് ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഈ ഒരു അഡ്രസ്സാണ് നമ്മൾ റിസീവ് അഡ്രസ്സ്. ഇനി ഇപ്പം പോയിട്ട് നമ്മൾ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ USD ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സെൻഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ 47 USD1 ഉണ്ട്. അത് ഫുള്ള് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് മാക്സ് കൊടുക്കുക. യൂസ് മാക്സ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ 47 USD1 ആണ് സെൻഡ് ചെയ്യാൻ പോണത്. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും 47 USD1 മൈനസ് ആവും. പിന്നെ നെറ്റ്വർക്ക് ഫീ $0.38 ഉള്ളൂ.
അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ സെൻഡ് അടിക്കുകയാണ്. ഇവിടെ സൈൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, പെൻഡിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കും, 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും ബൈനാൻസിൻ്റെ ഉള്ളിൽ വരാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മളിത് സെൻഡ് അടിച്ചു. ഇത് നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ മൈനസ് ആവണ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ പ്രൈസ് ഒന്നും കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് ലിസ്റ്റിംഗ് ആയിട്ടില്ല. ലിസ്റ്റിംഗ് ആയാലാണ് അതിൻ്റെ പ്രൈസ് കാണിക്കുള്ളൂ. ഇപ്പോൾ ലിസ്റ്റ് ആവാത്തതുകൊണ്ടാണ് ഈ $0 എന്ന് കാണിക്കുന്നത്. ലിസ്റ്റിംഗ് ട്രേഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് അസറ്റ്സിൽ പോവുക. അസറ്റ്സിൽ പോയിട്ട് സ്പോട്ട് ക്ലിക്ക് ചെയ്യുക. സ്പോട്ട് ഇവിടെ താഴെ സ്പോട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ ഹിസ്റ്ററിയുടെ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് USD1 ഡെപ്പോസിറ്റിൻ്റെ കാണാൻ പറ്റും. കൺഫേമിംഗ് എന്ന് പറഞ്ഞ ഇത് കാണിച്ചിട്ടുണ്ട്. കൺഫേംഡ് ആയി കഴിയുമ്പോഴാണ് അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേംഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഇവിടെ ഇപ്പോൾ USD1 ഡെപ്പോസിറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ട്രേഡിൽ പോയിട്ട് USD1/USDT എടുക്കുക. കാരണം USDT നമുക്ക് ഇന്ത്യൻ രൂപ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ USD1/USDT എടുക്കുക, മാർക്കറ്റും എടുക്കുക, സെല്ലും എടുക്കുക, 100% എടുക്കുക, സെല്ലടിക്കുക. ഇപ്പോൾ നമ്മുടെ USD1 സെല്ലായിട്ടുണ്ട്. USD1 സെല്ലായിട്ട് ഇവിടെ സ്പോട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 46.94 USDT ആണ് ഉള്ളത്. ഇനി ഇതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ഫണ്ടിങ്ങിലേട്ടാക്കിയിട്ട് നമുക്ക് P2P വഴി സെല്ല് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. P2Pയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് ഇത് കൺഫേം ആവാൻ ഇത്തിരി സമയം കൂടി എടുക്കും. അതുകൊണ്ട് അൺഫ്രോസൺ ആണെങ്കിൽ ഇത്തിരി സമയം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫണ്ടിങ്ങിലായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സെല്ല് ചെയ്ത് USDT ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് ഫണ്ടിങ്ങിലാക്കിയിട്ട് P2P ട്രേഡിങ് വഴി ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് ആക്കാൻ പറ്റും. പിന്നെ WLFI വാങ്ങിച്ചവർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ WLFI പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് Elbank XT.com. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് അവരുടെ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഒഫീഷ്യൽ ലിസ്റ്റിംഗ് ആയിട്ട് അതിൽ നിന്ന് ആരും പർച്ചേസൊന്നും ചെയ്യാൻ നിൽക്കരുത്. പക്ഷേ ഇപ്പോൾ $1 USD അതിൻ്റെ പ്രൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് Elbankലെ സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.